ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. വാണിയംകുളത്ത് അമ്മയ്ക്കൊപ്പം നടന്നു പോകുകയായിരുന്ന 1.5 വയസ്സുകാരനെ തെരുവ് നായ പിന്നിൽ നിന്നും ആക്രമിച്ചു. കുട്ടിക്ക് സാരമായി പരിക്കേറ്റു. വാണിയംകുളത്ത് അമ്മയ്ക്കൊപ്പം ഫുട്പാത്തിലൂടെ നടന്നു പോവുകയായിരുന്ന 1.5 വയസ്സുകാരനെ തെരുവ് നായ പിന്നിൽ നിന്നും കടിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ കുട്ടിക്ക് സാരമായ മുറിവുകളുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ വാണിയംകുളം ടൗണിൽ വെച്ചായിരുന്നു സംഭവം. ഉണ്ടിയിൽ പടി വീട്ടിൽ രോഹിണി, ഷനൂജ് ദമ്പതികളുടെ മകൻ ഇഷാനാണ് ആക്രമണത്തിനിരയായത്. നായയുടെ കടിയേറ്റ കുട്ടിയുടെ പിൻഭാഗത്ത് ആഴത്തിൽ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് കുട്ടിക്ക് ആവശ്യമായ ചികിത്സ നൽകി. ഫുട്പാത്തിൽ സ്ഥിരമായി കണ്ടുവരാറുള്ള നായയാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാരും വ്യാപാരികളും ചൂണ്ടിക്കാട്ടുന്നു. പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമായത് നാട്ടുകാരിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാണിയംകുളം കടയിൽ മരുന്ന് മേടിക്കാൻ വേണ്ടി, ആയുർവേദ കടയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ മരുന്നില്ല പറഞ്ഞപ്പോൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഇതുണ്ടായത്. ഞാൻ ഫുട്പാത്തിൽ കൂടെ നടക്കുകയായിരുന്നു കുട്ടീനെ കൊണ്ട്. ആ സമയത്ത് ഇത് തിരിച്ചു വന്നിട്ടുണ്ട് കടിച്ചു. അവിടെ കിടക്കുമായിരുന്നു, കുട്ടി അതിനെ നടക്കുമായിരുന്നു. അങ്ങനെ തിരിച്ചിട്ട് കടിച്ചതാണ്. അപ്പോൾ ചോരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ വേഗം ആശുപത്രിക്ക് കൊണ്ടുപോയിക്കോളൂ പറഞ്ഞപ്പോൾ ഒറ്റപ്പാലം മറ്റേ ഗവൺമെൻറ് ആശുപത്രിക്ക് പോയി. ഇഞ്ചക്ഷൻ എടുത്തു. ഒരു 3 എണ്ണം, അതായത് 2 എണ്ണം അലർജിക്ക് വേണ്ടിയിട്ടും പിന്നെ 1 മുറിയിലുമായിട്ട് ഇഞ്ചക്ഷൻ എടുത്തു. ഇനി 2-3 ദിവസം ആയിട്ട് പോകണം. ന്യൂസ് ഡെസ്ക് CCV.